ശംശായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്ന വിഷയം, മറിയം പറഞ്ഞാൽ അഭിഷേക നിറവ് ഉറപ്പാണ്. നാളെ പെന്തക്കോസ്ത് തിരുനാളാണ്. അതിലുള്ള ഏറ്റവും തീവ്രമായിട്ടുള്ള ഒരുക്കം ഇന്ന് നമ്മൾ നടത്തുകയാണ്. ഇന്ന് ശനിയാഴ്ച കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിന്ന് വിചിന്തനം ചെയ്യുന്നത്, മറിയം പറഞ്ഞാൽ പരിശുദ്ധാത്മാ അഭിഷേകം ഉറപ്പായും നമുക്ക് ലഭിക്കും. മറിയത്തിൻ്റെ മാധ്യസ്ഥത്തിന് അതുപോലത്തെ അപാരമായ ശക്തി ഉണ്ടെന്നുള്ളത് വചനത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അങ്ങനെയെങ്കിൽ എന്തിനു നമ്മൾ മറിയത്തെ പുറത്താക്കണം? ചിലരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ മറിയം വീട്ടിലുണ്ടെങ്കിൽ യേശു അങ്ങോട്ട് വരത്തില്ലെന്നുള്ള രീതിയിലാണ്. മറിയത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ പുറത്താക്കേണ്ട ഒരു കാര്യവും ഇല്ല. മറിയം അകത്തുണ്ടെങ്കിൽ നമുക്കുണ്ടാകാവുന്ന ഏറ്റവും വലിയൊരു നേട്ടം, അവൾ മാധ്യസ്ഥം വഹിച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് പരിശുദ്ധാത്മാ അഭിഷേകം ഉണ്ടാവും. ദിവസങ്ങളിലൊക്കെ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞാൽ എന്ത് വലിയ നേട്ടമായിരിക്കും നമുക്കുണ്ടാവുക. ആ നേട്ടം നമ്മൾ വെറുതെ നശിപ്പിക്കണോ കളയണോ? ഒരു വചനം നമുക്ക് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആവശ്യകത നമുക്ക് മനസ്സിലാവും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 14-ാമത്തെ വചനം. 2-ാം അധ്യായത്തിലാണല്ലോ ആദ്യത്തെ പെന്തക്കോസ്ത്. ഇനി അവിടെ നടന്ന കാര്യങ്ങൾ, അതുമൂലം ആദിമ ക്രൈസ്തവ സമൂഹത്തിന് ഉണ്ടായ നേട്ടങ്ങൾ, ഇനി അതിനുള്ള ഒരുക്കം അവരെങ്ങനെ നടത്തി. നാളത്തെ തിരുനാളിന് വേണ്ടി ഇതുപോലെ ഇന്നെങ്കിലും നമുക്കൊന്ന് ഒരുങ്ങാൻ പറ്റിയാൽ ഉറപ്പായിട്ടും നാളത്തെ പെന്തക്കോസ്ത് തിരുനാൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. അവരൊരുങ്ങിയത് എങ്ങനെയാണ്? ഒന്ന്, ഏക മനസ്സോടെ പ്രാർത്ഥിച്ചു. നമുക്ക് ആരോടെങ്കിലൊക്കെ ക്ഷമിക്കാനുണ്ടെങ്കിൽ അതൊന്ന് ക്ഷമിച്ചിട്ട്, ഒരു നല്ല കുമ്പസാരം നടത്തേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ചെയ്യുവാണെങ്കിൽ ഏക മനസ്സോടെ പ്രാർത്ഥിക്കുന്നവരുടെ ഗണത്തിൽ നമ്മൾ പെടും. രണ്ടാമത്തെ കാര്യം, പരിശുദ്ധ അമ്മയോടൊപ്പം അമ്മയുടെ മാധ്യസ്ഥം എടുത്ത് പ്രാർത്ഥിച്ചു. അമ്മ സഖിയോൻ ഊട്ടുശാലയിൽ ഉണ്ടായിരുന്നു. മൂന്നാമത്തെ കാര്യം, അവർ പ്രാർത്ഥനയിൽ മുഴുകി. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൊന്ന് നിറവേറിയാൽ ആ നിമിഷം തുടങ്ങി പരിശുദ്ധാത്മാഭിഷേകം നമ്മളിലേക്ക് ഒഴുകുന്നത് നമുക്ക് കാണാൻ പറ്റും. പരിശുദ്ധാത്മ ശക്തി നമ്മുടെ മേൽ വന്ന് നിറയുന്നത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഏക മനസ്സോടെ പ്രാർത്ഥിക്കുക. മറ്റുള്ളവരെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മനസ്സിൽ നിന്ന് മാറ്റിയിരിക്കുന്ന വെറുപ്പ്, വിദ്വേഷം, പ്രതികാരദാഹം, ക്ഷമിക്കാത്ത അവസ്ഥ, ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റുക. പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കുക. അമ്മയുടെ മാധ്യസ്ഥം എളിമയോടെ യാചിക്കുക. പ്രാർത്ഥനയിൽ മുഴുകുക. ഇവിടെ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചൊല്ലി പോകുന്നതല്ല ശരിക്കുള്ള പ്രാർത്ഥന. പ്രാർത്ഥനയിൽ മുഴുകണം. അങ്ങനെയുള്ളിടത്താണ് പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ കൃപകൾ ഒഴുകി വരിക. അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് വരിക. നാം അഭിഷേക നിറവുള്ളവരായിട്ട് മാറുക. ഏതാനും കാര്യങ്ങൾ ഇതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് കണ്ടിരിക്കാം. ഒന്ന്, മറിയം പറഞ്ഞാൽ കാര്യം നടക്കുമെന്നുള്ളത് വചനം എടുത്തു പറയുന്ന കാര്യമാണ്. മറിയം പറഞ്ഞാൽ അഭിഷേക നിറവും നമുക്കുണ്ടാകും. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 3-ാമത്തെ വചനം നമ്മൾ കാണുന്നുണ്ട്. അവർക്ക് വീഞ്ഞില്ല. മറിയം യേശുവിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, അവർക്ക് വീഞ്ഞില്ല, അവർക്ക് വീഞ്ഞ് വേണം. അതല്ലെങ്കിൽ അവർക്ക് അപമാനം ഉണ്ടാവും. അത് വരാതിരിക്കാൻ നീ വേണ്ടത് ചെയ്യുക. നമ്മൾ കാണുന്നത് എന്താ? കർത്താവ് ചെയ്തില്ലേ? മറിയം പറഞ്ഞ അനുസരിച്ച് അവർ വെള്ളം നിറച്ചു. കർത്താവ് പറഞ്ഞ അനുസരിച്ച് വെള്ളം വീഞ്ഞായിട്ട് മാറി. വെറും വെള്ളം. ഒരു സാക്ഷ്യം ഞാൻ കേട്ടതാണ്. ഒരാൾ മദ്യം വാങ്ങിച്ചോണ്ട് വന്ന് അത് കുടിക്കാൻ ഗ്ലാസ്സിൽ ഒഴിച്ച് കഴിയുമ്പോൾ വെറും വെള്ളം. ഇവിടെ നമ്മൾ കണ്ടത് വെറും വെള്ളം വീഞ്ഞാക്കി മാറ്റി. ആ ദൈവത്തിന് വേണമെങ്കിൽ മദ്യം വെറും വെള്ളമാക്കാനും പറ്റും. അതായിരുന്നു ആ ധ്യാനഗുരു സൂചിപ്പിച്ച ഒരു കാര്യം. ഇങ്ങനെ ഒരു സാക്ഷ്യമായിട്ടൊരു ഒരാൾ മുമ്പോട്ട് വന്നപ്പോൾ, ഇങ്ങനെ 2-3 പ്രാവശ്യമായി കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ തീരുമാനം എടുത്തു, ഞാനിനി മദ്യം വാങ്ങിക്കുന്നില്ല, വെറുതെ എന്തിനാ ഈ വെള്ളം കുടിക്കാൻ ഇത്രയും കാശ് കൊണ്ട് മുടക്കുക. എൻ്റെ ഭാര്യയുടെ കണ്ണീരോടെയുള്ള പ്രാർത്ഥന അവിടെ ഫലമണിഞ്ഞതാണ്. അപ്പം അതുകൊണ്ട് ദൈവത്തിന് ഇത് സാധ്യമാണ് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ തോമസ് അക്വീനാസ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒന്നുമില്ലായ്മയിൽ നിന്നും പ്രപഞ്ചം സൃഷ്ടിച്ചവനാണ് ദൈവം. അവന് ഒരു വസ്തുവിൻ്റെ അസ്തിത്വം മാറ്റാൻ ഒരുപാടുമില്ല. എന്ന് പറഞ്ഞാൽ വെള്ളം വീഞ്ഞാക്കാൻ ദൈവത്തിന് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഓസ്തി യേശുവിൻ്റെ ശരീരമാക്കി മാറ്റാൻ ദൈവത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് വിശ്വസിക്കാൻ സാധിച്ചാൽ അതിൻ്റേതായിട്ടുള്ള സൽഫലങ്ങൾ നമുക്കുണ്ടാവും. ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്, യേശു മറിയത്തെ അനുസരിച്ചു. യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ കാതലായ സന്ദേശം അതാണ്. യേശു മറിയത്തെ കരുതി. മറിയത്തെക്കുറിച്ച് കരുതലുണ്ടായിരുന്നു. യോഹന്നാൻ 19 നമ്മൾ കാണുന്നുണ്ട്, അവളെ യോഹന്നാന് ഏൽപ്പിച്ചു കൊടുക്കുന്നതും യോഹന്നാനെ മറിയത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നതുമായിട്ടുള്ള ആ ഒരു രംഗം. അത് ശരിക്കും പറഞ്ഞാൽ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടിയാണ്. യേശു മറിയത്തെ ആദരിച്ചു. യോഹന്നാനോട് പറഞ്ഞത്, ഇതാ നിൻ്റെ അമ്മ, മനുഷ്യകുലത്തിൻ്റെ അമ്മയായിട്ട് അവളെ സ്വീകരിച്ചോളാൻ. യേശു മറിയത്തെ ആദരിച്ചു എന്ന് പറയാൻ പറ്റും. യേശു ഇതൊക്കെ ചെയ്തെങ്കിൽ നമ്മളിത് ചെയ്യുന്നതിനകത്ത് എന്താ തെറ്റ്? പിന്നെ നമ്മൾ മറിയം ആർക്കു വേണ്ടി പറയും? മറിയം പറഞ്ഞാൽ കാര്യം നടക്കും. ആർക്കു വേണ്ടി പറയും? അതെ, മറിയത്തിൻ്റെ ജീവിതം അനുകരിക്കാൻ തയ്യാറാകുന്നവർക്ക് വേണ്ടി ഉറപ്പായിട്ടും മറിയത് പറയും. ലൂക്കാ 1:27 മുതൽ വായിക്കുമ്പോൾ മറിയത്തിൻ്റെ ജീവിതത്തിന് ചില ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാണാൻ പറ്റും. അവൾ
വിശുദ്ധി വിലമതിച്ചവളാണ്. ദൂതൻ വന്നപ്പോൾ അവൾ കന്യകയായിരുന്നു. കന്യാത്വം അവൾക്ക് നഷ്ടപ്പെട്ടിരുന്നില്ല. അവൾ ദൈവഹിതത്തിന് വിധേയപ്പെട്ടവളാണ്. പറഞ്ഞെന്താ? അവിടുത്തെ ഇഷ്ടം പോലെ എന്നിൽ നിറവേറട്ടെ. അവൾ വിശ്വസിച്ചവളാണ്. വിശ്വസിച്ചതിനാൽ ഭാഗ്യവതിയായി മാറിയവൾ. അതുപോലെ തന്നെ കർത്താവിനാൽ അനുഗ്രഹീതയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു പരിശുദ്ധ കന്യാമറിയം. ശുശ്രൂഷാ ജീവിതം സന്തോഷത്തോടെ ഏറ്റെടുത്ത് നടത്തിയ ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യാമറിയം. എലിസബത്തിനടുത്ത് പോയി 3 മാസം അവളെ ശുശ്രൂഷിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിലമതിച്ച് ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുന്നവർക്ക് വേണ്ടി മറിയം യേശുവിനോട് സംസാരിക്കാതിരിക്കുമോ? ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ നമുക്ക് ആഗ്രഹിക്കാം. നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം ഒത്തിരി പേർക്കുള്ളതാണ്. സഹതാപം, മറ്റുള്ളവരോട് സഹതാപം. സഹതാപം അല്ല നമുക്ക് വേണ്ടത്, സഹാനുഭൂതി. സിമ്പതി ഉണ്ടായ പോരാ, എമ്പതി ഉണ്ടാകണം. അതിന് തീരുമാനമെടുത്തുകൊണ്ട് നമുക്ക് ഈ പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ പങ്കുചേരാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഈ വർഷത്തെ പന്തക്കുസ്ത തിരുനാൾ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ലോകം മുഴുവനും വലിയൊരു അനുഗ്രഹമാക്കണമേ. മനുഷ്യർക്ക് അസാധ്യമായവ സാധ്യമാക്കുന്ന പരിശുദ്ധാത്മാവെ, ഞങ്ങളെയും ഞങ്ങളുടെ ശുശ്രൂഷകളെയും അവിടുന്ന് ഏറ്റെടുക്കണമേ. സകലതും നവീകരിക്കുന്ന പരിശുദ്ധാത്മാവെ, ഞങ്ങളോടൊപ്പം തിരുസഭയെയും ലോകം മുഴുവനെയും നവീകരിക്കണമേ. തണുത്തുപോയ ഞങ്ങളുടെ അഭിഷേകത്തെ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുകയും മനസ്സിനെ ബലപ്പെടുത്തുകയും ആത്മീയ അഭിവൃദ്ധി ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. വിവേകത്താലും ജ്ഞാനത്താലും ഞങ്ങളെ പൂരിതരാക്കണമേ. പാപരഹിത ജീവിതം നയിച്ച് സ്വർഗത്തിന് അർഹരാകുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബങ്ങളിലും ലോകം മുഴുവനിലും ശാശ്വത ശാന്തിയും സമാധാനവും സ്നേഹവും ഐക്യവും അങ്ങ് സ്ഥാപിക്കണമേ. ആമേൻ. നമ്മുടെ വ്യക്തിപരമായ എല്ലാ ആവശ്യങ്ങളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അഭിഷേകം, ആത്മീയ ജ്വലനം നമുക്കിപ്പോൾ ഏറ്റെടുക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ എല്ലാവരെയും ആത്മാവിനാൽ ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അങ്ങ് നിറവേറ്റി തരികയും ചെയ്യണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടി പന്തക്കുസ്ത തിരുനാളിനായിട്ട് ഒരുങ്ങാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.